അപ്പം ഞാൻ വൈകിട്ട് ചോറ് വയ്ക്കാൻ പോവാട്ടോ. ചോറ് വയ്ക്കണം. വൈകിട്ട് ചോറ് വയ്ക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ മോന് ചോറ് കൊണ്ടുപോകാൻ അപ്പോൾ എളുപ്പമാണ് അത് ചൂടാക്കാം. അപ്പോൾ കുറച്ച് ചോറ് വേവാകുമ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ചോറങ്ങ് മാറ്റും. പിന്നെ നമുക്ക് കഴിക്കാനുള്ള വേവാക്കത്തുള്ളൂ. അപ്പോൾ പകുതി വേവിന് മാറ്റി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ നമുക്ക് വേഗം അതൊന്ന് തിളപ്പിച്ച് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ചോറ് വയ്ക്കാൻ പോവാം. ചോറ് വയ്ക്കണം, ചെറിയൊരു തോരൻ വയ്ക്കണം. തോരൻ എന്താണെന്ന് പറഞ്ഞാൽ പച്ചമുളകാണ് മെയിൻ. പച്ചമുളക് തോരൻ വെച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ? പച്ചമുളക് തോരൻ വയ്ക്കാൻ അടിപൊളിയാട്ടോ. പച്ചമുളക് ആയാലും നല്ലതാ, കാന്താരി ആയാലും നല്ലതാട്ടോ. കാന്താരിയും തോരൻ വയ്ക്കാൻ നല്ല എണ്ണയല്ല കേട്ടോ. നിങ്ങൾ എന്നെ കാന്താരി എന്ന് വിളിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഞാനാന്ന് വിചാരിക്കരുത്. കാന്താരി തോരൻ വയ്ക്കാൻ നല്ലതാ, പച്ചമുളകും തോരൻ വയ്ക്കാൻ നല്ലതാ. പക്ഷെ ഇത് രണ്ടും തോരൻ വയ്ക്കുകയാണെങ്കിൽ ചെറിയ ഉള്ളിയും കൂടി ഇടണം കേട്ടോ. ചെറിയ ഉള്ളി തോനെ ഇടണ്ട, അപ്പോൾ ഉള്ളിത്തോരനായി പോകും. ഉള്ളിത്തോരനാകരുത്, മുളക് തോരൻ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് കുറച്ച് ചുവന്നുള്ളി ഇടാവും. കാരണം ആ എരിവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അത്രയും ചെറിയ ഉള്ളി ഇടാവും. സവാള ഇടരുത്. തോരൻ വെക്കുമ്പോഴായാലും വെഴുക്കു വെക്കുമ്പോഴായാലും നിങ്ങൾ ഒരിക്കലും സവാള ചേർക്കരുത്. സവാള ചേർത്താൽ വേറെ ടേസ്റ്റാണ്. നമുക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ട് നിങ്ങൾ തോരനോ വെഴുക്കോ വെച്ച് നോക്ക്, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്കിഷ്ടം ചെറിയ ഉള്ളി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ചെറിയ ഉള്ളി ഇഷ്ടപ്പെടണമെന്നില്ല. ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടെ അടിപൊളി. അപ്പോൾ ഞാനിത് ചോറ് വയ്ക്കാൻ വേണ്ടി കഞ്ഞിക്ക് വെള്ളം വെച്ചു. ഇനി അരി കഴുകിയിടണം. അത് തിളയ്ക്കുമ്പോൾ നമ്മൾ റൈസ് കുക്കറിനകത്താണ് ചോറ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഗ്യാസ് ലാഭിക്കാം. പിന്നെ ജോലി വലുതായിട്ടൊന്നുമില്ല. തിളപ്പിച്ചിറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര എളുപ്പമല്ലേ. പിന്നെ തോരനൊക്കെ ആക്കാം. അപ്പം എല്ലാവരും പോരോ, നമുക്ക് ഒന്നിച്ച് ജോലിയൊക്കെ ചെയ്ത് തീർക്കാമല്ലോ. കഥകളൊക്കെ പറഞ്ഞു ഓക്കെ. അപ്പം ഞാൻ തോരൻ വയ്ക്കുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അരിയാണേ, ഒരു 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. നാളത്തേക്കൂടെ വേണ്ടേ? നാളത്തേക്കെന്ന് പറഞ്ഞാൽ മോന് ചോറ് കൊണ്ടാൻ വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കഴുകാം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചിട്ടാൽ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴൊന്നും ചൂടുവെള്ളം അപ്പം വേണ്ടി കഴുകണം, അഴുക്കെല്ലാം പോകും നല്ലത്. അപ്പം ഞാൻ ചൂടുവെള്ളം ഒഴിക്കും. വെള്ളം നല്ല ചൂടായി കിടക്കോട്ടെ. ഒന്ന് അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരുന്ന് ശരിയാവട്ടെ. തീ ഒന്ന് സിങ്കിലിട്ടേക്കാം. അപ്പം ഞാൻ വേണ്ടേ ഉള്ളി പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ തോരൻ വയ്ക്കാൻ പച്ചമുളക് എടുക്കുകയാണെങ്കിൽ ഒരിക്കലും വിളഞ്ഞ പച്ചമുളക് എടുക്കരുത് കേട്ടോ, കൂട്ടത്തില്ലാരും. അപ്പം ഒരു പൊട്ട് മുളക് കുണുക്കത്തെ എടുക്കണം, അതിന് എരിവ് കുറവായിരിക്കും കണ്ടേ. അപ്പം ഞാൻ എടുത്തേക്കുന്നതെല്ലാം പൊട്ട് മുളക് കേട്ടോ. അപ്പം ഇതും അരിഞ്ഞ് തോരൻ വയ്ക്കാം. ഇത് തേങ്ങയെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ തിരുമ്പി വെച്ചേക്കുന്നതേ ഉള്ളൂ, ചതയ്ക്കുന്ന ഞാൻ കാണിക്കാം. കൈ മുഖത്തൊന്നും ഇനി തൊടാൻ വരത്തില്ലേ, തൊട്ട് കഴിഞ്ഞാലേ പുകയും. കാരണം പച്ചമുളക് അരിയുന്നല്ലേ. ഈ പിള്ളേർ കഴിക്കത്തില്ല കേട്ടോ, ഈ പിള്ളേർക്ക് എരിവ് വേണ്ട. എനിക്ക് പക്ഷേ ഇന്ന് പച്ചമുളക് തോരൻ വെക്കണമെന്ന് തോന്നി, അതാ. പക്ഷെ നല്ല അരപ്പൊക്കെ നല്ലോണം ആക്കി ഉപ്പുമൊക്കെ നല്ലോണം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എരിവ് കുറയും കേട്ടോ, നല്ലോണം വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാമെങ്കിൽ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിക്കാൻ നല്ലതാവും. ഞാൻ ഒരു മുളകൊന്ന് മാറ്റി കേട്ടോ, ഒത്തിരി മുളകായി. അരിഞ്ഞു വന്നപ്പോൾ ഒത്തിരി മുളകായി. ആവശ്യത്തിനുള്ള എരിവ് മതി. എരിവ് കഴിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് ചേർത്താൽ മതി. പക്ഷേ ചെറിയ ഉള്ളി എരിവിനേക്കായി തോനെയും പോകല്ലോ.
കാരണം അപ്പോൾ അത് ഉള്ളിത്തോരനായാൽ കുഴപ്പമില്ല. പച്ചമുളക് തോരൻ തന്നെ ആയിരിക്കണം. എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലതായിരിക്കും ചോറ് കഴിക്കാൻ. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് തോരൻ വെച്ച എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഉപ്പ് എരി ഒരേപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒറ്റ തോരൻ മതി ചോറ് കഴിക്കാൻ. അടിപൊളിയാണ്. നല്ല ചൂട് ചോറും ഈ തോരനും കൂടെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കാം. നിങ്ങൾക്ക് ചിക്കനും മീനും ഒന്നും വേണ്ട, പിന്നെ ഇത് മാത്രം മതി. നിങ്ങൾ 2 പ്ലേറ്റ് ചോറ് ഇരുന്ന് കഴിക്കും. ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല, കഴിച്ചിട്ടുള്ളവരോട് ചോദിക്കാൻ എനിക്കറിയാം. കൈ ആദ്യം ഒന്ന് കഴുകട്ടെ. അപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി കുറച്ചേ ഉള്ളൂ കേട്ടോ, പച്ചമുളക് കുറച്ചുണ്ട്. അപ്പം നോക്കാം. അവർ കഴിക്കത്തില്ല, ഞാൻ ആദ്യമേ പറയാം, അവർ കഴിക്കത്തില്ല. പിന്നെ ഇത് മൊത്തം കഴിക്കില്ല. അമ്മയുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തോരൻ വയ്ക്കുന്നത്, മുളക് തോരൻ. അമ്മയുണ്ടെങ്കിൽ മൊത്തം അകത്താക്കിയേനെ. അപ്പോൾ 1-2 കമൻറ്റ്സ് ചെയ്യാനുണ്ടായിരുന്നു. 1-2 കമൻറ്റ്സ് അല്ല, 1-2 പേരുടെ സംശയമാണ്. വീഡിയോയിൽ ഇടത്തേക്കൈയാണെന്ന് ഇങ്ങനെ ചോദിക്കുക. ഇടത്തേക്കൈയാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഇടത്തേക്കൈയല്ല കേട്ടോ, നമ്മൾ ഈ വലതുവശത്ത് നിന്നിട്ടാണ് വീഡിയോ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വീഡിയോ ആകുമ്പോഴത്തേന് ഓട്ടോമാറ്റിക് അത് ഇടത് സൈഡായി മാറുന്നതാണ്, അല്ലാതെ വേറൊന്നും അല്ല. അത് ചിലവരുടെയൊക്കെ വീഡിയോ അത് എന്തോ ഒരു ടെക്നിക്ക് അത് ചെയ്യാനുണ്ട്, അത് ചെയ്താലേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട്, എനിക്ക് വലത്തെ കൈയാണോ, അതിൻ്റെ വലത്തെ കൈയാണ് ഇത്. പക്ഷെ നിങ്ങൾ വീഡിയോയിൽ അത് കാണുമ്പോഴത്തേന് ഇടത്തെ കൈ കൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നത് പോലെയും കഴിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നതാണ് കേട്ടോ. അപ്പോൾ അല്ല. അപ്പോൾ നമുക്ക് അടുത്ത തോരൻ വയ്ക്കാം. അപ്പോൾ ജാറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്, തേങ്ങ റെഡി ആക്കിയിട്ടുണ്ട്, എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ശകലം പാൽ കുടിക്കട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പരിപാടി ഇപ്പം സ്ഥിരമാക്കിയേക്കുക. പാലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നതിന് ഒരാൾ വന്ന് എന്നെ പേടിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വെച്ചേക്കുക. കിഡ്നി അടിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട്, പാല് തോനെയും കുടിച്ചാൽ നിൻ്റെ കിഡ്നി അടിച്ചു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പേടിച്ചിട്ട് അപ്പോൾ മോനോട് ഇത് ചോദിച്ചപ്പോൾ വലിയ മോനോട് ഞാനിത് ചോദിച്ചു. അപ്പോൾ ചെറുതിനോട് ചെറുത് പറയും അടിച്ചു പോയാലും വേണ്ടില്ല, നിങ്ങൾ കുടിക്കുന്നുള്ളതെന്ന് പറയും. അതങ്ങനെ അവൻ്റെ വേറൊരു സ്വഭാവം, ഇവൻ്റെ വേറെ സ്വഭാവം. അപ്പം ലതിനോട് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മ അത് ശരിയാണ്, അമ്മ ആദ്യം പാല് കുടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ എടുത്ത് കുടിക്കും കേട്ടോ. അപ്പം അതവിടെ നിൽക്കിട്ട് നമുക്ക് തോരൻ വയ്ക്കാം. അപ്പോൾ തേങ്ങ ഉണ്ട്. ഇതിൽ ഒത്തിരി സാധനമൊന്നും ചേർക്കത്തില്ല കേട്ടോ. ഇതിനകത്ത് ഇച്ചിരി ജീരകവും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പുമേ ചേർക്കത്തുള്ളൂ, വേറെ ഒന്നും ചേർക്കത്തില്ല. അതുകൊണ്ട് ജീരകവും മഞ്ഞൾപ്പൊടി കേട്ടോ. ഞാൻ തലേ തോർത്തൊക്കെ കെട്ടിയേക്കണം. ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയ ഫോട്ടോ ഇട്ടായിരുന്നല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് കിടന്നൊന്ന് ഉറങ്ങിയപ്പോൾ ചൂടല്ലേ, ഭയങ്കര വിയർപ്പ്, ഫാനൊക്കെ ഇട്ടിട്ട് ഭയങ്കര വിയർപ്പ്. അപ്പോൾ ഞാൻ കുളിച്ചു പോയെന്ന്. എന്തായാലും തോരൻ വയ്ക്കാം, എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അറിയാത്തവർക്ക് പച്ചമുളക് തോരൻ വയ്ക്കാൻ അറിയാത്തവർ കാണുമല്ലോ. പച്ചമുളക് തോരൻ വയ്ക്കുക. അതുപോലെ തന്നെ കാന്താരിയുടെ ഇലയില്ലേ, അതിന് കിളിപ്പ് തോരൻ വയ്ക്കാൻ സൂപ്പർ. നമ്മളെ ഇലവർഗ്ഗത്തിൽ തോരൻ വയ്ക്കുന്നതിലൊന്ന് ഈ കാന്താരിയുടെ മണ്ട നുള്ളി തോരൻ വയ്ക്കുന്നത് അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വയ്ക്കാറുണ്ട്, തോരനൊക്കെ ആക്കാറുണ്ട്. ഇപ്പം അങ്ങനെ വയ്ക്കാറൊന്നുമില്ല. ജീരകമാണ്, ശകലം ചേർത്താൽ മതി. കാരണം ജീരകം ഒത്തിരി കാണിക്കാൻ പാടില്ല. കാണിക്കാന്ന് പറഞ്ഞാൽ ഇനി എന്തോന്ന് ചോദിക്കേണ്ട, ഈ ഒരു ജീരകത്തിൻ്റെ ഒരു ചവർപ്പില്ലേ, അതൊത്തിരി ആകാൻ പാടില്ല. ചെറിയൊരു മണം മതി. ഓക്കെ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്കൊക്കെ തന്നേക്കണേ. ലൈക്ക് തന്നാൽ മതി, അല്ലാതെ നിങ്ങൾ കമൻറ്റൊന്നും വിട്ടില്ലേനും വേണ്ടിയല്ല. അപ്പം ഞാനിതൊന്ന് ചതക്കട്ടെ.
അപ്പം വേണ്ട കേട്ടോ, ചതച്ചിട്ടുണ്ടേ. നമുക്കിവിടെ തുറക്കണം. ഞാൻ അതിന് മുമ്പ് കുടിക്കാൻ ഇച്ചിരി വെള്ളം വയ്ക്കട്ടെ. വലിയ മുതൽ വന്ന ഉടനെ ചൂടുവെള്ളം വേണം കുടിക്കാൻ. അപ്പം അത് വെച്ചിട്ട് തുറന്ന് വയ്ക്കാൻ നേരം കാണിക്കാം. അപ്പം ഞാൻ അതിനിടയ്ക്ക് ആണെങ്കിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നതിന് മുമ്പ് ഞാൻ കടുങ്കാപ്പി കൂട്ടിയായിരുന്നു. അപ്പം കടുങ്കാപ്പി കുടിക്കാൻ ഒഴിച്ച് വയ്ക്കാം. കടുങ്കാപ്പി എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതേണ്ട, കുറച്ചേ ഇട്ടുള്ളൂ, എനിക്ക് മാത്രം. ചൂടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ. വെള്ളം തിളപ്പിക്കാൻ ഇടുന്നത് ഇഞ്ചി ആകുമ്പോൾ തൊണ്ടയ്ക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ, പനിയുടെ ചുമയുടെ ഒക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുവാണെങ്കിൽ ഇഞ്ചി നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചി വെള്ളമാണ് നമ്മളിവിടെ സാധാരണ തിളപ്പിക്കുന്നത്. ഇഞ്ചി ഇല്ലാന്നുണ്ടെങ്കിൽ തുളസിയില ഇടും. തുളസിയില എന്നും ഇടുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഇഞ്ചി ആകുമ്പം ആർക്കും കുടിക്കാൻ എപ്പോഴും നല്ല, വയറിനും നല്ലതാണ്, തൊണ്ടയ്ക്കും നല്ലതാണ്, അതുപോലെ തലവേദന അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നത്തിനെല്ലാം ഇഞ്ചി നല്ലതാണ്. അപ്പോൾ അത് അവിടെ കിടന്ന് തിളയ്ക്കട്ടെ. അപ്പം നമുക്ക് അത് തിളച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് തോരൻ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് വരയ്ക്ക് നമുക്ക് പോയിട്ട് കടുങ്കാപ്പി കുടിക്കാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ പച്ചമുളക് തോരൻ കണ്ടോ കൂട്ടുകാരെ? ഇതാണ് നമ്മുടെ പച്ചമുളക് തോരൻ. കണ്ടോ? ഈ ഒറ്റ തോരൻ മതി ചോറ് കഴിക്കാനേ. ഞാൻ കുറച്ച് ഒരു ഉമ്മിണിയേ എടുത്തോളൂ എനിക്ക് വേണ്ടിയിട്ട്. ഈ പിള്ളേർക്ക് എരിവ് വേണ്ടാത്തതുകൊണ്ട് കണ്ടോ, മൊത്തം പച്ചമുളകാണ് കിടക്കുന്നത്. പൊട്ട് പച്ചമുളക് കേട്ടോ, ഇച്ചിരി എടുത്തോളൂ. ഇപ്പോൾ വെട്ടം ഇവിടെ അടുക്കളയ്ക്ക് വെട്ടം കുറച്ച് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലിയർ അല്ലാതെ കാണുന്നത്. കണ്ടോ, ഒരു ദിവസം പകൽ ഞാൻ ഇതാക്കി ഇത് വീഡിയോ ചെയ്ത് വേവിക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ ആക്കി തരാം. ഇപ്പോൾ രാത്രിയായതുകൊണ്ട് എനിക്ക് കാണിക്കാനൊന്നും പറ്റിയില്ല വേവിക്കുന്നതൊന്നേ. അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചമുളക് തോരൻ. ഇതുപോലെ തന്നെ കാന്താരി തോരൻ വയ്ക്കാൻ കൊള്ളാം, സൂപ്പറാണ്.